ഈയിടെ എറണാകുളത്ത് നടന്ന ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് മീറ്റിൽ ഏതൊക്കെ കമ്പനികൾ എത്ര കോടി രൂപ കേരളത്തിൽ നിക്ഷേപിക്കുന്നത് തയ്യാറായി എന്ന് വിശദമാക്കാമോ? വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പുതിയ നിക്ഷേപങ്ങൾ വന്നിട്ടുണ്ടോ? സാർ, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മുടെ ഡാഷ്ബോർഡിൽ അടുത്ത ദിവസം കൊടുക്കും. ഞാൻ പറഞ്ഞല്ലോ 1,75,000 കോടി രൂപയോളമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ളത്. അത് നമ്മളൊന്ന് ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. ഫിൽട്ടർ ചെയ്തിട്ട് ഡാഷ്ബോർഡിൽ തന്നെ കൊടുക്കുന്നുണ്ട്. പേര് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഇപ്പോൾ ചില അഭിപ്രായം ചിലർ പറയുന്നുണ്ട്, പല സ്റ്റേറ്റ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇത് ഞങ്ങളിവിടെ ഒരു EV കമ്പനി, വളരെ പ്രധാനപ്പെട്ട ലോകോത്തര കമ്പനിയായിട്ട് ചർച്ച ചെയ്ത് അവസാന റൗണ്ട് എത്തിയതാണ്. പക്ഷേ അത് 10% ലീസ് എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് എത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ₹1 കംപ്ലീറ്റ് സ്ഥലം കൊടുത്ത് വേറെ സ്റ്റേറ്റിലേക്ക് പോയി. അപ്പോൾ ഈ ഭീതി ഉണ്ടെങ്കിലും നമ്മുടെ നാടായതുകൊണ്ട് ഈ പേരില്ലെങ്കിൽ എന്തായിരിക്കും എന്നുള്ളതുകൊണ്ട് വേണമെങ്കിൽ അവൻ ഡാഷ്ബോർഡിൽ പ്രസിദ്ധപ്പെടുത്താമെന്ന് തന്നെയാണ് കാണുന്നത്. വിഴിഞ്ഞം വലിയ പൊട്ടൻഷ്യലാണ് സാർ. ഇന്നലെ ഇവിടെ ബഹുമാനായ തുറമുഖ വകുപ്പ് മന്ത്രിയുണ്ട്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ട്രാൻസ്ഷിപ്മെൻറ്റ് കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്ത പോർട്ടായി ഇപ്പം തന്നെ ഇന്നലെ തന്നെ വിഴിഞ്ഞം മാറി എന്നുള്ളത് എല്ലാവർക്കും അഭിമാനകരമാണ്. അപ്പോൾ ഇന്ത്യയുടെ ഗേറ്റ് വേ ആണ്. അതിനാവശ്യമായിട്ടുള്ള മാനുഫാക്ചറിംഗ് സംവിധാനങ്ങൾ എങ്ങനെ മെച്ചപ്പെടുത്താം, അതിൻ്റെ പ്രപ്പോസൽ വന്നിട്ടുണ്ട്. വിവിധ ഗ്രൂപ്പുകൾ, സറഫ് ഗ്രൂപ്പ്, അദാനി ഗ്രൂപ്പ്, ഇവരെല്ലാം തന്നെ ലോജിസ്റ്റിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിഴിഞ്ഞത്തുള്ള സാധ്യതകൾ, ഒരു മാനുഫാക്ചറിംഗ് ക്ലസ്റ്റർ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുവരിക, അത് അസംബിൾ ചെയ്യുക, പ്രൊഡക്റ്റായിട്ട് കയറ്റുമതി ചെയ്യുക. ആ ക്ലസ്റ്റർ സിംഗപ്പൂർ മോഡൽ, അതാണ് അവിടെ ചർച്ച ചെയ്യപ്പെട്ടൊരു ഭാഗം. അത്തരം വലിയ നിക്ഷേപ സാധ്യതകൾ വിഴിഞ്ഞം തുറന്നു തരുന്നുണ്ട്.